കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഏറ്റവും കൂടുതൽ നമ്മുടെ ആശുപത്രികളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന രോഗികളാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തമായിട്ടുള്ള വയറിളക്കവും ഛർദിയും ഒക്കെ ആയി വരുന്ന രോഗികളാണ്. അതിനെക്കുറിച്ച് വാണിംഗ് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് രണ്ടാഴ്ച മുമ്പേ വിചാരിച്ചിരുന്നെങ്കിലും ചില അപ്രതീക്ഷിത കാരണങ്ങളാൽ അതെനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് ഇപ്പം ഭക്ഷ്യവിഷബാധ മൂലം ചില മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് കേട്ടത്. തീർച്ചയായിട്ടും എന്താണ് ഈ ഭക്ഷ്യവിഷബാധ എന്ന് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് നമ്മളൊരു മനുഷ്യനെ വിരുന്നു കൂട്ടുമ്പോൾ സൽക്കരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് എത്രമാത്രം ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. ഞാൻ പറയുകയാണ്, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമ്മുടെ ആശുപത്രികളിലൊക്കെ വരുന്ന ഒരു ദിവസം 30-35 പേഷ്യൻസൊക്കെ ഈ ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻറൈറ്റിസ് മൂലം വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പലരും നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ആ ക്യൂ നിൽക്കുന്നിടത്തൊക്കെ സംസാരിക്കും, നിനക്കും അതാണ് അസുഖം, നിനക്കും അത് തന്നെയാണ് അസുഖം, ഇതിനാണ് നമ്മളീ പ്രശ്നം എന്നൊക്കെ പലരും പറയുന്നതും ഞാൻ എൻ്റെ കാതിലൂടെ കേട്ടതാണ്. അത്രയ്ക്ക് രാത്രി പോലും ഒരുപാട് പേഷ്യൻസാണ് അത് വന്നത്. അപ്പോൾ നമ്മൾ അറിയണം ഭക്ഷ്യവിഷബാധ ഇന്ന് എത്രമാത്രം നമ്മുടെ ഈ ഒരു കാലയളവിൽ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2 മരണ റിപ്പോർട്ട് എന്ന് പറയുന്നതിനേക്കാളുപരി അത് അത്രക്ക് അഗാധമായിട്ട് നമ്മുടെ നാടുകളിൽ ഇന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് വരുന്നത്? നമ്മൾ പാചകം ചെയ്യുന്നതിലുള്ള സൂക്ഷ്മതക്കുറവ് തന്നെയാണ് ഇതുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം പ്രിസർവ് ചെയ്യുന്നതിലുണ്ടാകുന്ന മിസ്റ്റേക്ക് തന്നെയാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ഒരു അഴുക്ക് ചാലിൽ കുറേ കീടങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു വെള്ളം എടുത്ത് നമ്മൾ കുടിക്കാൻ തയ്യാറാവുമോ? ഒരു അഴുക്ക് ചാലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഭക്ഷണം പാചകം നമ്മൾ മനസ്സിലാക്കണം. നമ്മളിത് ശരിയായ രീതിയിൽ ഇത് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വിരുന്നു കൂട്ടുന്നത് ഈ അഴുക്ക് ചാലിലെ മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളം പോലെ ഒന്നാണ് എന്നുള്ള ഒരു ബോധം ഭക്ഷണം ഉണ്ടാക്കുമ്പം എല്ലാവരും മനസ്സിലാണ്. വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും ഏതെങ്കിലും ഹോട്ടലുകളിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒക്കെ ആ ബോധം വേണം. ആ ഒരു ബോധം ഇല്ലെങ്കിൽ ഇപ്പം മരണ റിപ്പോർട്ട് വന്നത് 2 ആണെങ്കിലും ഈ ലക്ഷക്കണക്കിന് കേസുകളായിരിക്കും നമ്മുടെ നാടുകളിൽ ഇന്ന് ഈ ഭക്ഷ്യവിഷബാധ കൊണ്ടായിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം നമ്മൾ മറിക്കുന്ന ഒരു ചെറിയൊരു ഏരിയയിലെ കണക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കേരളം മുഴുവനായിട്ട് എത്രമാത്രം ഇത് വ്യാപിച്ചിട്ടുണ്ടാവും. എന്താണ് ഭക്ഷ്യവിഷബാധ? ഭക്ഷ്യവിഷബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് രോഗം ഉണ്ടാക്കുന്ന ചില അണുക്കൾ പ്രവേശിക്കുകയും ആ പ്രവേശിച്ചതിനനുസരിച്ച് വയറിൽ പരിവർത്തനങ്ങൾ അണുബാധ ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. എന്തൊക്കെ അണുക്കൾ ഉണ്ടാക്കാം? ബാക്ടീരിയകൾ ഉണ്ടാക്കാം, വൈറസുകൾ ഉണ്ടാക്കാം, പാരസൈറ്റുകൾ ഉണ്ടാക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്ന ഭക്ഷ്യവിഷബാധകളെല്ലാം തന്നെ ബാക്ടീരിയ മൂലമുണ്ടാകുന്നത്. ബാക്ടീരിയ ഡയറക്റ്റ് വേണമെങ്കിൽ കേടുപാടുകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബാക്ടീരിയ ടോക്സിനുകൾ എന്നറിയപ്പെടുന്ന ഒരു വിഷവസ്തു പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിനുകൾ കാരണം വേണമെങ്കിലും ഭക്ഷ്യവിഷബാധ വരാവുന്നതാണ്. ഇതിനെക്കുറിച്ച് 100% അവെയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും ഭക്ഷണം കൈകാര്യം ചെയ്യുമ്പോഴും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഒരു ഭക്ഷണം കഴിച്ചിട്ട് എപ്പോഴാണ് ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ വരിക? കേടുപാടുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾക്കുള്ളിലോ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞോ ഏത് തരം അണുവാണ് നമ്മുടെ ശരീരത്തിൽ ഈ വിഷബാധ ഉണ്ടാക്കുന്നത് എന്നനുസരിച്ച് ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങാം. പിന്നീട് എത്രമാത്രം അണുമയമാണ് നമ്മൾ കഴിച്ച മലിനമാക്കപ്പെട്ട ഭക്ഷണം എന്നതിനനുസരിച്ചും സമയത്തിനും അനുസരിച്ചൊക്കെ നമ്മൾ അതിൻ്റെ ഏറ്റക്കുറച്ചുകൾ വരാവുന്നതാണ്. പിന്നെ കുറച്ച് പ്രതിരോധ ശക്തി കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ കുറച്ചളവിലുള്ള അണുക്കൾക്ക് പോലും വലിയ വലിയ ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ ഭക്ഷ്യവിഷബാധയിൽ കാണുന്നത്? തീർച്ചയായും ഏറ്റവും കൂടുതൽ കാണുന്ന ലക്ഷണം വയറുവേദനയാണ്. അതിസാരം കാണാം, ഛർദി വരാം, ഓക്കാനം വരാം, ശക്തമായിട്ടുള്ള ബലഹീനത, ക്ഷീണം തുടങ്ങിയവ അനുഭവപ്പെടാം, പനി ഉണ്ടാവാം. ഭക്ഷ്യവിഷബാധ ആരെയൊക്കെ ബാധിക്കാം? ചിലപ്പോൾ അതൊരൊറ്റ വ്യക്തിയായിട്ട് ബാധിക്കാം. ചിലപ്പം ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് അവിടെ ഭക്ഷ്യവിഷബാധ ഉണ്ടാവുകയാണെങ്കിൽ ഒരു കൂട്ടം മനുഷ്യന്മാരെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു ഭക്ഷ്യവിഷബാധയിലൂടെ ഒരു തരം അണു ഉണ്ടാക്കിയ ആ ഒരു മലിനമാക്കപ്പെട്ട ഭക്ഷണത്തിൽ നിന്ന് പിന്നീട് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം പോലത്തെ അസുഖങ്ങൾ കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം കേട്ടോ. നമ്മളൊരു മലിനമാക്കപ്പെട്ട ഒരു അഴുക്കുചാലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു തരം ജീവികൾ മാത്രമല്ല ഉണ്ടാവുക, പല തരത്തിലുള്ളതുണ്ടാവും. ആ ഒരു അവസ്ഥയിൽ എന്താവും, നമ്മളിൽ ഇതുപോലെ ഒരവസ്ഥ നമ്മളിൽ ഉണ്ടാവുകയും പിന്നീട് ചിലപ്പോൾ ഇന്ന് വയറിളക്കവും ഛർദിയുമായി വന്ന വ്യക്തിക്ക് ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം തുടങ്ങിയതൊക്കെ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം ഒരു മലിനമാക്കപ്പെട്ട ഒരു ഭക്ഷണത്തിൽ
ഒരു തരം അണുക്കൾ മാത്രമായിരിക്കില്ല ഉണ്ടാവുക, പലതും ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഈ ഒരു മലിനമാക്കപ്പെട്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ലക്ഷണങ്ങൾ എങ്ങനെ കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ നല്ല പ്രതിരോധ ശക്തിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പം വല്ലാതെ ലക്ഷണങ്ങളൊന്നും പ്രത്യക്ഷപ്പെടാതെ അത് കഴിഞ്ഞു. എല്ലാവർക്കും ഒരേപോലെ തന്നെ എഫക്റ്റ് ചെയ്തോളുന്നില്ല. അതുകൊണ്ടാണ് ചിലർക്ക് ഇത് മരണം ഉണ്ടാക്കുന്നതും ചിലർക്ക് ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം ഉണ്ടാക്കുന്നതും മറ്റു പലതും ഉണ്ടാക്കുന്ന ഓരോ വ്യക്തിയുടെ ആരോഗ്യത്തിനനുസരിച്ചാണ് എന്നുള്ളതും മനസ്സിലാക്കണം. പലപ്പോഴും നമുക്കറിയാം ഈ പിക്നിക്കുകളിലും മറ്റൊക്കെ ഈ ഭക്ഷ്യവിഷബാധ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത. തണുപ്പിച്ച് സൂക്ഷിക്കേണ്ട ഭക്ഷണം തണുപ്പിക്കാതെ പുറത്ത് വെച്ചിട്ട് കഴിക്കുന്ന അവസ്ഥകളുണ്ടാവും. ഇപ്പോൾ പാർസലുകളൊക്കെ നമുക്കറിയാം ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അതിൽ പിന്നീട് അണുക്കൾ വളരാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ തണുപ്പിക്കുന്നൊന്നും ഇല്ലെങ്കിൽ. നമ്മൾ പലപ്പോഴും ഫുഡിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മയോനൈസൊക്കെ അത് പലപ്പോഴും ബോട്ടിലാക്കിയിട്ട് പുറത്ത് തന്നെ വെക്കുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് അണുക്കൾ പെട്ടെന്ന് തന്നെ വളരാനുള്ള സാഹചര്യമുണ്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് നല്ല ഇൻസ്ട്രക്ഷൻ പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ അത്തരം ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ഡേറ്റ് കഴിഞ്ഞതോ അല്ലെങ്കിൽ സമയം വൈകിയതോ ഒക്കെ നമ്മൾ ഉപേക്ഷിക്കാന്നല്ലാതെ കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് പ്രത്യേകം ഓർക്കണം കേട്ടോ. അസംസ്കൃതമായതോ വേവിക്കാത്തതോ ആയിട്ടുള്ള മാംസങ്ങളിലൂടെ വേണമെങ്കിൽ വിഷബാധ വരാം. പാസ്ചറൈസ് ചെയ്യാത്ത മിൽക്ക് ചിലപ്പോൾ ഭക്ഷ്യവിശ്വാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴുകാതെ ഉപയോഗിക്കുമ്പം ഒക്കെ ഭക്ഷ്യവിഷബാധ അതിലൂടെയൊക്കെ വരാവുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചില ഭാഗങ്ങൾ കേടുള്ളത് കാണാറുണ്ട്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകം ഫ്രിഡ്ജിൽ വെക്കേണ്ടതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് തന്നെ പ്രിസർവ് ചെയ്യണം. ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ബാക്ടീരിയകൾ ഏതൊക്കെയാണെന്നറിയോ? അത് ഈ കൊലയും സാൽമണല്ലയാണ്. ഈ സാൽമണല്ലയാണ് ടൈഫോയിഡൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ചില വൈറസുകളും വളരെ കോമൺ ആയിട്ടുള്ള നോറോ വൈറസ് എന്ന് പറയുന്ന വൈറസാണ് ഏറ്റവും കൂടുതലായിട്ട് വൈറസുകളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ, നമ്മൾ ഈ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്യുമ്പം ചിലപ്പം നമ്മൾ വേവിക്കാത്ത മാംസം കട്ട് ചെയ്ത് അതിലേക്ക് തന്നെ ആയിരിക്കും പച്ചക്കറികളും മറ്റേതൊക്കെ ഉപയോഗിക്കുക. അതിനൊക്കെ സെപ്പറേറ്റ് കാര്യങ്ങൾ തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ വേവിക്കാത്തൊരു ഭക്ഷണം ഉണ്ടാക്കിയൊരു സമയത്തിലേക്ക് വീണ്ടും പച്ചക്കറികൾ ഇതൊക്കെ ആഡ് ചെയ്ത് ഇതാക്കുമ്പോൾ എന്താവും അറിയാം, ഒരേ സാധനം വെച്ച് കട്ട് ചെയ്യുമ്പോൾ തക്കാളിയൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതിലുള്ള ആ മലിനീകരണങ്ങൾ അതിലേക്ക് വരാനും അതിൽ അണുബാധ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധ എങ്ങനെ ചികിത്സിക്കുന്നത്? ഭൂരിഭാഗം ഭക്ഷ്യവിഷബാധത്തിന് പ്രത്യേക ചികിത്സ വേണ്ടതില്ല. കുട്ടികൾക്ക് ഈ ലക്ഷണങ്ങളൊക്കെ അപ്രത്യക്ഷമായി 2 ദിവസം കഴിഞ്ഞിട്ടാണ് സ്കൂളിലൊക്കെ പോകേണ്ടത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഘട്ടത്തിൽ നല്ല റെസ്റ്റും ജലാംശം ഉള്ളിലെത്തുക എന്നുള്ളതാണ്. ഇതിനൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണമാണ്. ഈ നിർജ്ജലീകരണം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് വയറ്റിൽ നിന്ന് എത്ര പോകുന്നുണ്ടോ, ഛർദി എത്ര മാത്രം ഉണ്ടോ, അതിലേറെ നമ്മൾ ഭക്ഷണം ഉള്ളിലോട്ട് എത്തിക്കൊണ്ട് നമ്മൾ ജലാംശം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണ ശ്രദ്ധ ഉണ്ടാവണം. നമ്മളറിയാം ORS റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, ഇതൊക്കെ നമ്മൾ ഈ ഒരു വേളയിൽ ഒരുപാട് പേര് കൺസ്യൂം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഭക്ഷ്യവിഷബാധയിൽ നമ്മൾ അടിയന്തിരമായിട്ടുള്ള വൈദ്യസഹായം സ്വീകരിക്കേണ്ട ഏതൊരു ഘട്ടത്തിലാണ്? നമ്മൾ വല്ലാണ്ടങ്ങ് ഛർദ്ദിച്ചു പോവുകയാണ്, വയറ്റുനോക്ക് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്, നമ്മൾ നിർജ്ജലീകരണം സംഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വൈദ്യസഹായം തേടേണ്ടതാണ്. 1-2 ദിവസം കഴിഞ്ഞിട്ടും ലക്ഷണങ്ങളിലൊന്നൊരു മാറ്റം വരുന്നില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള മൂത്രം കുറച്ച് പോവുക, ആശയക്കുഴപ്പം അനുഭവപ്പെടുന്നൊരവസ്ഥ, ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുന്ന അവസ്ഥ, ഇതൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എമർജൻസി സഹായം തേടേണ്ടതാണ്. അതുപോലെ ഗർഭിണികൾക്കാണ് വയറിളക്കം ഛർദി ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് നിർജ്ജലീകരണം വരാനും അവർ കുട്ടികളെ ബാധിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർ ആശുപത്രിയെ സമീപിക്കേണ്ടതാണ്. 60 വയസ്സിന് മുകളിലുള്ളവർക്കും ഇത് പ്രത്യേകിച്ച് കാര്യമാക്കേണ്ട ഒരു പ്രശ്നമാണ്. ഓക്കെ, പിന്നെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൂടെയുള്ളവർ, പ്രത്യേകിച്ച് കിഡ്നി ഫെയിലിയർ, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, അതുപോലെ മറ്റൊരു വയറുരോഗങ്ങൾ, പ്രമേഹം, ഇതുപോലുള്ള ആൾക്കാർക്കും ഇതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻ കൂടാൻ സാധ്യതയുള്ളതുകൊണ്ട് അവരും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. പിന്നെ HIV ഇൻഫെക്ഷൻ ഉള്ളവർക്ക്, അവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും. പൊതുവേ പ്രതിരോധ ശക്തി കുറവുള്ളവർക്ക് ഈ അണുക്കൾ അവരിൽ ഒരുപാട് ശക്തമായിട്ടുള്ള ലക്ഷണങ്ങളും ശക്തമായിട്ടുള്ള രോഗാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യത കൊണ്ട് വൈദ്യസഹായം തേടേണ്ടതാണ്. തീർച്ചയായിട്ടും എവിടെയെങ്കിലും നമ്മൾ ഫുഡ് പോയ്സണിങ്ങിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ അറിയിക്കേണ്ടതാണ്. കാരണം അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കും. ചിലപ്പോൾ കിണറുകളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അശുദ്ധിയമായിട്ടുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ആക്കാനുള്ള നടപടികളും മറ്റും എടുക്കുക എന്നുള്ളത് നമ്മുടെ ഹെൽത്ത് കെയർ അതോറിറ്റിയുടെ ആവശ്യമാണ്. എന്തെങ്കിലും ഹോട്ടലുകളിൽ നിന്നോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും നാം ചെയ്യേണ്ട ഒരു പ്രാഥമിക കാര്യം ആണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. ഭക്ഷ്യവിഷബാധ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വീട്ടിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താ? എല്ലാം ശരിക്ക് കഴുകുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇത് വാഷ് ചെയ്യുമ്പം
നമ്മൾ പാചകം ചെയ്യേണ്ട ഭക്ഷണങ്ങൾ വേറൊന്നിലും, പാചകം ചെയ്യാതെ ഉപയോഗിക്കേണ്ടത് വേറൊന്നിലുമായിട്ട് ചെയ്യണം. പ്രത്യേകിച്ച് മാംസവസ്തുക്കളൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അത് ക്ലീൻ ആക്കുന്നത് വേറെ പാത്രത്തിൽ തന്നെ ആയിരിക്കണം. അതിലായിരിക്കരുത് മറ്റ് നമ്മളല്ലാതെ ഉപയോഗിക്കുന്ന സാലഡുകളും മറ്റുമൊക്കെ അതിൽ ചെയ്യരുത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. പിന്നെ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താഴെ ആയിരിക്കണം നമ്മൾ എല്ലാ ഭക്ഷ്യവസ്തുക്കളും ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. പിന്നെ പാചകം അത് കറക്റ്റായിട്ട് അതിൻ്റെ ടൈം എടുത്തുകൊണ്ട് തന്നെ ചെയ്യണം. വേഗത്തിലാക്കാനുണ്ട് ഇവിടെ ശ്രദ്ധിക്കരുത്. മറ്റു പല കാര്യങ്ങളും നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. എന്തെങ്കിലും സംശയമുള്ളവർ താഴെ പറഞ്ഞറിയിക്കുക. നമുക്കതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഓക്കെ, ബൈ.